കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ദോശയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാർ തലേദിവസം വെച്ചതുണ്ട്, അത് കൂട്ടിയിട്ടാണ് ദോശ കഴിച്ചത് രാവിലെ. അപ്പോൾ നമുക്ക് ചോറിനാണെങ്കിലും സാമ്പാറുണ്ട്, പിന്നെ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കണം, കാബേജ് ഉപ്പേരി. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഞാൻ എൻ്റെ പാലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മറു സൈഡിൽ കൂടെ ഞാൻ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിന് ചില ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കാം. നല്ല ബന്ധങ്ങളെ തിരിച്ചറിയാനും ഒഴിവാക്കേണ്ട ബന്ധങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു മെസ്സേജ് തരുന്ന ഒരു വീഡിയോ ആണിത്. ബന്ധങ്ങൾ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാനൊന്നും സാധിക്കില്ല. ഇനിയിപ്പോൾ അഥവാ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു താൽക്കാലികം മാത്രമായിരിക്കും. എന്നാൽ എല്ലാ ബന്ധങ്ങളെയും നല്ലതാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ബന്ധങ്ങൾ 4 തരത്തിലാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. 1 രക്തബന്ധം, 2 സ്നേഹബന്ധം, 3 പണബന്ധം, 4 വിവാഹബന്ധം. ഈ ബന്ധങ്ങളുടെ ഇടയിൽ സത്യസന്ധമായിട്ടുള്ള സ്നേഹമുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കുറച്ചിത്തിരി ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ ചില സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് ചില വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് നല്ല ബന്ധത്തെ കണ്ടെത്താനും ഒഴിവാക്കേണ്ട ബന്ധത്തെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത്, എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്കും ആ ഒരു നെഗറ്റീവ് രീതിയിലൂടെയാണ് നിങ്ങൾക്കും ചിന്തിക്കാനായിട്ടും നിങ്ങൾക്കും സംസാരിക്കാനൊക്കെ ആയിട്ടും പറ്റത്തുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാര് അല്ല നമുക്ക് വേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ്. എപ്പോഴും സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് പോസിറ്റീവായി മാറ്റാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്ന ചില ബന്ധങ്ങളുണ്ട്. അവരും അത്ര നല്ല ബന്ധങ്ങളൊന്നും ആയിരിക്കില്ല. അവരുടെ കാര്യത്തിൽ മാത്രം സ്വാർത്ഥരായിരിക്കും കേട്ടോ. ഇവരെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടായിരിക്കില്ല കേട്ടോ. നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുന്നല്ലാണ്ട് നമുക്കതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് കുറച്ചിത്തിരി ഒരു കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോലെ കുറച്ചിത്തിരി അകലം പാലിച്ച് നിൽക്കുന്നതന്നെയായിരിക്കും നല്ലത് കേട്ടോ. ഇനി മൂന്നാമത്തേത്, ഭയങ്കര ടോക്സിക് ബന്ധങ്ങളുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. ചില വ്യക്തികളുണ്ട്, അവർ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ അവിടെ ഒരു പ്രാധാന്യമില്ല. അവരെന്തു പറയുന്നതോ അതേപോലെ നമ്മളൊരു അടിമയെ പോലെ കേട്ട് ജീവിക്കണം. അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് ഈ ടോക്സിക് ബന്ധത്തിൽ വരുന്നത് കേട്ടോ. ചില വ്യക്തികളുണ്ട് കേട്ടോ, ഇപ്പോഴും ഒരടിമയെ പോലെ അവർ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ ഒരു പ്രാധാന്യം കൊടുക്കാണ്ട് അവരൊരടിമയെ പോലെ ജീവിക്കുന്ന പല വ്യക്തികളെയും എനിക്കും അറിയാവുന്നതാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. നമ്മുടെ സ്വപ്നങ്ങൾ അവിടെ ഇല്ലാണ്ടായി പോവുക, നമ്മുടെ ജീവിതം അവിടെ ഇല്ലാണ്ടായി പോവുക എന്നല്ലാണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഗുണം കിട്ടില്ല. അപ്പം നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തുക, നമ്മുടെ ജീവിത വിജയം ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം തടസ്സമുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധത്തെ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി നാലാമതായിട്ട് പറയാനുള്ളത്, എപ്പോഴും നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടായിരിക്കും അല്ലേ. ആ വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും അത്ര നല്ലതല്ല കേട്ടോ. എല്ലാ കാര്യത്തിലും ഇപ്പം നല്ല കാര്യങ്ങളിൽ പോലും നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടായിരിക്കും. ആ വ്യക്തികളായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുന്നതിനായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ജീവിത മുന്നേറ്റത്തിനുള്ള ഓരോ അവസരങ്ങൾ ഇവർ മൂലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത് കാരണം നമ്മൾ അത്തരം ബന്ധങ്ങൾ ഒഴിവാക്കുന്നതിനായിരിക്കും നല്ലത് കേട്ടോ. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, പണത്തിന് വേണ്ടി മാത്രം നമ്മളെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളുണ്ട്. പണത്തിന് വേണ്ടി മാത്രം നമ്മളെ സ്വാധീനിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. ബാക്കി ഒരു കാര്യത്തിനും നമ്മളെ സ്വാധീനിക്കുന്നില്ലെങ്കിലും പണത്തിന് വേണ്ടി മാത്രം, അത് തിരിച്ചു തരികയോ അതും ഇല്ല. ഇത്തരം ബന്ധങ്ങളെയും പരമാവധി നമ്മൾ ഒഴിവാക്കുന്നതിനായിരിക്കും നല്ലത്. കാരണം പണം നമുക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പണം ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് തിരിച്ച് നമുക്ക് ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ തന്നെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ഈ 5 പോയിന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു മോട്ടിവേഷൻ ആയി എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമുക്ക് ചില ബന്ധങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ ഈ പോയിന്റ്സൊക്കെ ഉള്ള ബന്ധങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഭയങ്കര സ്നേഹം, നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അവരോട്. പക്ഷേ അതേ സ്നേഹം അവർക്ക് നമ്മോടില്ലെങ്കിൽ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്നതെങ്കിൽ ആ ഒരു ബന്ധം പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസികമായ ഓരോ അസുഖങ്ങൾ ഓരോന്നും ചിന്തിച്ചു കൂട്ടി, ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, അവരെന്നെ സ്നേഹിച്ചില്ല, ഞാൻ അത് ചെയ്തല്ലോ, അവരിങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെൻ്റലി നമ്മളെ ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിത മുന്നേറ്റത്തിലേക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.